മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ SITയുടെ കസ്റ്റഡി അപേക്ഷയിൽ തിരുവല്ല കോടതിയിൽ നടപടികൾ ആരംഭിക്കുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ശ്യാം ദേവരാജ് ചേരുന്നു കോടതിയിൽ നിന്നുള്ള നടപടികളുടെ വിശദാംശങ്ങളുമായി. ശ്യാം, കസ്റ്റഡി അപേക്ഷയിൽ രാഹുലിനെ വിടാനുള്ള സാധ്യതകൾ എത്രയാണ്? ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? റോഷ്നി, ഇതിൽ ജാമ്യാപേക്ഷ പിന്നീടാണ് പരിഗണിക്കുക. ജാമ്യാപേക്ഷയിൽ പിന്നീടാണ് വാദം കേൾക്കുക. ആദ്യം പരിഗണിക്കുക കസ്റ്റഡി അപേക്ഷയായിരിക്കും. ആ കസ്റ്റഡി അപേക്ഷയിൽ കസ്റ്റഡിയിൽ വിടും എന്ന കാര്യം തീർച്ചയാണ്. 7 ദിവസമാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് SIT ആവശ്യപ്പെടുന്നത്. 7 ദിവസം തന്നെ വിട്ടു നൽകുമോ എന്നൊരു ചോദ്യം ഉണ്ട്. അങ്ങനെ വിട്ടു നൽകുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ 7 ദിവസം അടുത്ത് SITയുടെ കസ്റ്റഡിയിലായിരിക്കും. ആ 7 ദിവസവും വിവിധ ഇടങ്ങളിലായി കൊണ്ടുപോയി തെളിവെടുക്കുക, ഒപ്പം ചോദ്യം ചെയ്യുക, വിശദമായി ചോദ്യം ചെയ്യുക എന്നടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും SIT കടക്കുകയും ചെയ്യുക. ഇതിൽ SIT നേരത്തെ തന്നെ ഈ കസ്റ്റഡിയിൽ അപേക്ഷയിൽ ആവശ്യപ്പെട്ടുള്ളത് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വേണമെന്നതാണ്. 3 ദിവസത്തെ ഈ മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് SIT രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. കസ്റ്റഡി അപേക്ഷയിൽ വാദികൾക്ക് അതൊരു ഹ്രസ്വമായ വാദമായിരിക്കും. ആ വാദം കേട്ടതിന് ശേഷമായിരിക്കും കോടതി അതിന്മേലൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. 7 ദിവസം തന്നെ കസ്റ്റഡിയിൽ വിട്ടു കിട്ടുമോ എന്നതാണ്. സാധാരണഗതിയിൽ SIT എത്ര ദിവസമാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് അത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ നൽകുകയും ചെയ്യും. ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും വിചാരണ കോടതിയുടെ ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലുള്ളത്. പരാതിക്കാരി ലൈംഗിക അതിക്രമം നേരിട്ട ഹോട്ടലിൽ പ്രതിയെ ഡിജിറ്റൽ തെളിവെടുപ്പ് നടത്തുക, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പകർത്തിയെന്നതാണ് ഈ പരാതിക്കാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. ഈ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്തണം എന്ന ആവശ്യവും കൂടി SIT ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡി SIT ആവശ്യപ്പെടുന്നത്. അത് 7 ദിവസത്തെ കസ്റ്റഡിയാണ്. 7 ദിവസം തന്നെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിടുകയും ചെയ്യും. ഓക്കെ, കോടതിയിൽ നിന്ന് തീരുമാനം വരട്ടെ. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്. നമുക്ക് കോടതി തീരുമാനം വരുന്നതിന് മുൻപ്